السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. رحلة مع القرآن എന്ന പരിശുദ്ധ ഖുർആൻ പഠന പരമ്പരയിലെ പുതിയ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സൂറത്തുൽ കാഫിറൂൻ, പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന ഏകനായ അള്ളാഹുവിലുള്ള യഥാർത്ഥ വിശ്വാസവും സത്യനിഷേധികൾക്ക് ശക്തമായ താക്കീതും തൗഹീദിൻ്റെ യഥാർത്ഥ രൂപം പ്രത്യക്ഷത്തിൽ അതിനെ വെളിവാക്കുകയും ചെയ്യുന്ന ഒരു മഹത്വമായ സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ. ഒരു സന്ദർഭം മക്കയിലെ മുശ്രിക്കുകൾ അടങ്ങുന്ന മുനാഫിക്കുകളടക്കം ഉള്ള ഒരു വിഭാഗം ജനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചുകൊണ്ട് ചില ഒത്തുതീർപ്പുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാവട്ടെ പരിശുദ്ധ ദീനിൻ്റെ ദഅവത്തിലായി അവർക്കിടയിൽ ജീവിക്കുന്ന സാഹചര്യം അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ ആരാധിക്കുന്ന ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ ഒരു വർഷം നീയും ആരാധിക്കുക, എന്നാൽ നീ ആരാധിക്കുന്ന ആരാധ്യ വസ്തുവിനെ ഞങ്ങളും ആരാധിക്കുക. അപ്പോൾ രണ്ട് ആരാധ്യ വസ്തുക്കളിലും പരസ്പരം ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കുക, ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ. ഈ സംഭവവുമായി ചർച്ച മുശ്രിക്കുകൾ അടങ്ങുന്ന മുനാഫിക്കുകൾ അടക്കമുള്ളവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ സൂറത്തുൽ കാഫിറൂൻ എന്ന സൂറത്തിനെ വഹി മുഖേന റസൂലുള്ളാഹി തങ്ങൾക്ക് ഇറക്കുകയാണ്. ഇതാണ് സൂറത്തുൽ കാഫിറൂൻ, അത് അവതരിക്കാനുണ്ടായ പശ്ചാത്തലം എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു. മറ്റു ചില സന്ദർഭങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. മുശ്രിക്കുകളടങ്ങുന്ന ഒരു സമൂഹം റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ച് അവിടത്തേക്ക് ഒരുപാട് ധനം നൽകുകയും ആ ധനം സ്വീകരിക്കലോടുകൂടെ ബാക്കിയുള്ള ജനങ്ങൾക്കിടയിൽ ഉന്നതരായി തീരുകയും ആരെയാണോ താല്പര്യമെങ്കിൽ അവരെ വിവാഹം കഴിക്കാമെന്ന ചില നിബന്ധനകളൊക്കെയായി റസൂലുള്ളാഹി തങ്ങളെ സമീപിക്കുകയും പിന്നീട് അവർ ഇബാദത്തുമായി ബന്ധപ്പെട്ട നാം നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ആരാധ്യ വസ്തുക്കളെ ഒരു വർഷം ആരാധിക്കുകയും മറ്റൊരു വർഷം എല്ലാവരും കൂടെ റസൂലുള്ളാഹി തങ്ങൾ ആരാധിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുകയും ഇങ്ങനെ ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തിച്ചേർന്നു എന്നും പല വിശദീകരണങ്ങളിലായി കാണാൻ സാധിക്കും. ഏതായിരുന്നാലും സത്യനിഷേധികളായ ആ സമൂഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ ഒത്തുതീർപ്പിനായി ഇബാദത്തിൻ്റെ വിഷയത്തിൽ, ആരാധനയുടെ വിഷയത്തിൽ പരിശ്രമിക്കുന്ന ആ സന്ദർഭമാണ് സൂറത്തുൽ കാഫിറൂൻ അതിൻ്റെ അവതരണത്തിൻ്റെ സാഹചര്യം. സൂറത്തുൽ കാഫിറൂൻ നമുക്ക് പാരായണം ചെയ്യാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. സ്വദഖല്ലാഹുൽ അലിയ്യുൽ അദീം. ബഹുമാനപ്പെട്ട സയ്യിദുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ റിപ്പോർട്ട് ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ കാഫിറൂൻ ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഏറ്റവും ദേഷ്യമുണ്ടാക്കുന്ന, വെറുപ്പുണ്ടാക്കുന്ന സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ. സൂറത്തുൽ കാഫിറൂൻ അല്ലാത്ത മറ്റൊരു സൂറത്തും ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത്ര വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കുന്ന മറ്റൊരു സൂറത്തില്ല. കാരണം പ്രസ്തുത സൂറത്തിൽ ഷിർക്കിനെയും കാപട്യത്തെയും വ്യക്തമായി ഒഴിവാക്കലാണ് ഈ സൂറത്തിലുള്ളത്. മുനാഫിക്കുകൾ, അതായത് വിശ്വാസപരമായി അവർ മുഅ്മിനീങ്ങളോടൊപ്പം അവരുടെ വിശ്വാസത്തെ അവർ പ്രകടിപ്പിക്കുകയും പ്രവർത്തനത്തിൽ അവർ അവരുടെ സത്യനിഷേധവുമായി മുന്നേറുകയും ചെയ്യുന്ന ആ ഒരു സ്വഭാവ ശൈലിയെയും, അതാണല്ലോ പ്രസ്തുത സൂറത്തിൻ്റെ സബബു നുസൂൽ, സൂറത്ത് ഇറങ്ങുന്നതിന് ഉണ്ടായ കാരണം.
അപ്പോൾ ആ മുനാഫിക്കുകളുടെ ആ നിഫാഖിനെ അത് വ്യക്തമായി ഒഴിവാക്കുന്ന ഒരു സൂറത്താണ്. മാത്രമല്ല, എന്താണ് കുഫ്രിയത്ത്, സത്യനിഷേധത്തെ അതും വ്യക്തമായി ഒഴിവാക്കുന്ന സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ. ഇതുകൊണ്ടാണ് ഇബ്ലീസിന് ഇത്രയധികം ഈ സൂറത്തിനോട് വെറുപ്പുണ്ടാവുന്നത്. എന്ന് വെച്ചാൽ നാം ഈ സൂറത്ത് പാരായണം ചെയ്യൽ ഇബ്ലീസിനെ നമ്മിൽ നിന്നും അകറ്റാനൊരു കാരണവും കൂടെയാണ് എന്നർത്ഥം. ഒരു സ്വഹാബി വര്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് ചോദിക്കുകയാണ്, അല്ലയോ പ്രവാചകരെ, ഞാൻ ഉറങ്ങാൻ കിടക്കുന്ന അവസരത്തിൽ ഞാൻ എന്താണ് ചൊല്ലേണ്ടത്? റസൂലുള്ളാഹി തങ്ങൾ തിരിച്ച് മറുപടി നൽകി, നീ സൂറത്തുൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് തുടങ്ങുന്ന സൂറത്ത് നീ പാരായണം ചെയ്യുകയും പിന്നെ നീ ഉറങ്ങുകയും ചെയ്യുക. എന്നാൽ ആ രാത്രിയിൽ സത്യദീനിൽ നിന്നും പുറത്താകേണ്ടി വരുന്ന ആ തൗഹീദിനെതിരായ ഷിർക്ക് എന്ന വൻ വിപത്ത്, ഇബ്ലീസിൻ്റെ ഭാഗത്തിലൂടെയുള്ള തോന്നലുകൾ, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ഇതിൽ നിന്നെല്ലാം നീ ഒഴിവായിരിക്കുന്നു. എന്ന് വെച്ചാൽ നാം ഉറങ്ങാൻ കിടക്കുന്ന സമയം സൂറത്തുൽ കാഫിറൂൻ പാരായണം ചെയ്യുകയാണെങ്കിൽ അത് ഷിർക്കിൽ നിന്നും നമ്മളെ തടഞ്ഞു നിർത്തും. നമുക്കൊരു രക്ഷാ കവചമാണ് സൂറത്തുൽ കാഫിറൂൻ. അതുപോലെ തന്നെ മറ്റൊരു സ്വഹാബി വര്യൻ തിരു ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിച്ചുകൊണ്ട് ചോദിച്ചു, അല്ല പ്രവാചകരെ, ഞാൻ ഒരു ഇസ്ലാമിലേക്ക് പുതുതായി ചേർന്ന് വന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഇനി ഷിർക്കാകുന്ന ആ വൻ വിപത്തിലേക്ക്, അള്ളാഹുവുമായി ഇബാദത്തിൽ ഒരുപാട് ഇലാഹുകളെ ആരാധിക്കുന്ന ആ വൻ വിപത്തിൽ ഞാൻ പെട്ടുപോവാതിരിക്കാൻ ഞാൻ എന്ത് രക്ഷാ കവചമാണ് സ്വീകരിക്കേണ്ടത്? അങ്ങനെക്ക് അതിന് സ്വീകരിക്കേണ്ട മാർഗമൊന്ന് പറഞ്ഞു തരണം. ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി നൽകി, നീ സൂറത്തുൽ കാഫിറൂൻ പാരായണം ചെയ്യുക. സൂറത്തുൽ കാഫിറൂൻ പാരായണം ചെയ്യൽ നമ്മുടെ സത്യവിശ്വാസത്തെ, തൗഹീദിനെ, ഷിർക്കിലേക്ക് പോകുന്നതിനെ തടഞ്ഞു നിർത്താനുള്ള ഒരു പ്രത്യേക രക്ഷാ കവചമാണ് സൂറത്തുൽ കാഫിറൂൻ. പിന്നീട് ആ സ്വഹാബി വരനെ സംബന്ധിച്ച് പറയപ്പെടുന്നു, അന്ന് മുതൽ മരണം വരെ ഒരു ദിവസവും ഒരു രാവും ഒരു പകലും പ്രസ്തുത സൂറത്തിനെ പാരായണം ചെയ്യാത്തതായി ജീവിതത്തിൽ ഉണ്ടായിട്ടേയില്ല. അത്രയും വലിയ മഹത്വം ആ സ്വഹാബി വരൻ പ്രസ്തുത സൂറത്തിന് കൊടുക്കുകയും അത് പാരായണം ചെയ്യുകയും ജീവിതത്തിൽ അത് തുടർത്തുകയും ചെയ്തിരുന്നു എന്നർത്ഥം. ഇനി നമുക്ക് സൂറത്തുൽ കാഫിറൂൻ അതിൻ്റെ ആശയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. സത്യനിഷേധികളും മുനാഫിക്കുകളുമായ അവരോട് നബിയെ അങ്ങ് പറയണം, അയ്യുഹൽ കാഫിറൂൻ, ഓ കാഫിരീങ്ങളായ ആളുകളെ, സത്യനിഷേധികളായ ആളുകളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്ന ഒന്നിനെയും ഞാൻ ആരാധിക്കുന്നില്ല, ഇപ്പൊ നിലവിൽ ആരാധിച്ചു കൊണ്ടിരിക്കുന്നില്ല എന്നർത്ഥം. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, വലാ അൻതും ആബിദൂൻ, നിങ്ങൾ ആരാധിക്കുന്നവരേ അല്ല, മാ അഅ്ബുദ്, ഞാൻ ആരാധിക്കുന്ന ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിങ്ങൾ ആരാധിക്കുന്നേയില്ല. വലാ അന ആബിദുൻ, ഞാൻ ആരാധിക്കുകയേയില്ല, മാ അബത്തും, നിങ്ങൾ ആരാധിക്കുന്ന ആ വസ്തുവിനെ. ഇനി ഒരിക്കലും അങ്ങനെ ആരാധിക്കുന്ന ഒരു സന്ദർഭവും ഉണ്ടാവില്ല എന്നർത്ഥം. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, നിങ്ങളും ആരാധിക്കുകയില്ല, മാ അഅ്ബുദ്, ഞാൻ ആരാധിക്കുന്ന വസ്തുവിനെ. എന്ന് വെച്ചാൽ ഏകനായ ഇലാഹാകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ. പ്രസ്തുത ആയത്തുകളിലൂടെ വലാ അൻതും ആബിദൂന മാ അഅ്ബുദ് 2 പ്രാവശ്യം ആവർത്തിച്ചുകൊണ്ടാണ് സൂറത്തുൽ കാഫിറൂനിൽ വന്നിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു വന്ന ആ ഒത്തുതീർപ്പുമായി സംസാരിക്കുന്ന ആ സത്യനിഷേധികളായ ആളുകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുന്നറിയിപ്പ് കൂടെ കൊടുത്തതാണ് ഈ ആവർത്തനത്തിലൂടെ എന്ന് ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു. അവരുടെ വിശ്വാസം ഇനി ഭാവിയിൽ ഇല്ലാത്തതാണ് എന്ന് സൂചിപ്പിക്കുന്ന രൂപത്തിലാണ് ഈ ആയത്ത് മടങ്ങി വീണ്ടും ആവർത്തിച്ച് വരാനുള്ള കാരണം എന്നും നമുക്ക് കാണാൻ സാധിക്കും. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ആരാധനയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ മതവും, വലിയ ദീൻ, എനിക്ക് ഞാൻ ആരാധിക്കുന്ന എൻ്റെ വിശ്വാസപരമായ എൻ്റെ മതവുമാകുന്നു. എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ മതവുമായിട്ട് അങ്ങനെ ജീവിച്ചോളൂ, ഞാൻ എൻ്റെ മതവുമായിട്ടാണ് ജീവിക്കുന്നത്, ഞാൻ നിങ്ങളിതിലോ നിങ്ങൾ എൻ്റെതിലോ നിലവിൽ പങ്കില്ല, അതിൽ ഇനി പങ്കാവുകയുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. പ്രസ്തുത സൂറത്തിനെ സംബന്ധിച്ച് അതിൻ്റെ പിൽക്കാലത്തിറങ്ങിയ ഖുർആനിൻ്റെ നിരവധി ആയത്തുകൾ അടിസ്ഥാനമാക്കി ഒരുപാട് വിശദീകരണങ്ങൾ ഇതിന് മഹാന്മാരാകുന്ന മുഫസ്സിറുകൾ നൽകുന്നുണ്ട്. അത് വിശാലമായി നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ള സമയപരിധി മൂലം നമ്മളങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. ഇനി അതിൻ്റെ തജ്വീദിൻ്റെ ഹുക്കുമുകളിലേക്ക് പ്രവേശിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ.
നമുക്കറിയാം ഒന്നാമത്തെ അക്ഷരം ഖാഫാണ്. ഖാഫിൻ്റെ മഖ്റജൊക്കെ നമ്മളെല്ലാവരും പഠിച്ചതാണ്, ആവർത്തിച്ചതാണ്. നമുക്കറിയാം ഖാഫ് നാവിൻ്റെ അങ്ങേയറ്റവും അതിനോട് നേരിടുന്ന മേലെ അണ്ണാക്കും, ചെറുനാവിൻ്റെ ആ ഭാഗത്തേക്ക് അടുപ്പിക്കുന്ന ആ ഭാഗം ഖ ഖു ഖുൽ ഖുൽ എന്നാണ്. അത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു അക്ഷരമാണ് യാ. ഖുൽ യാ ഖുൽ യാ എന്നാണ്. അവിടെയൊക്കെ മറ്റൊരു അക്ഷരമായിട്ടൊക്കെ മാറിപ്പോകുന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഖുൽ യാ എന്നിങ്ങനെ ഒരു ഹംസുമായി ബന്ധപ്പെട്ട ഒരു യാ പുറപ്പെടുന്നതൊക്കെ സാധാരണഗതിയിൽ വരാൻ ചാൻസ് ഉള്ള ചില പിഴവുകളാണ്, ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞാൽ നാം പഠിച്ചതാണ് യാ അയ്യു. യാ എന്ന് യാന് ശേഷം മദ്ദക്ഷരമാകുന്ന അലിഫ്, തൊട്ട അക്ഷരം അയ്യു എന്ന ഭാഗം, അയ്യുഹ എന്ന ഭാഗം, അതിലെ ഒന്നാമത്തെ അക്ഷരം ഹംസാണ്. മദ്ദക്ഷരമായ അലിഫിന് ശേഷം തൊട്ടടുത്ത കലിമത്തിൽ ഹംസ് ഒന്നാമതായി വന്നു. മദ് മുൻഫസിൽ നമ്മൾ പഠിച്ചതാണ്. നീട്ടുകയാണെങ്കിൽ 3 3.5 അലിഫ് നീട്ടുകയും ചുരുക്കുകയാണെങ്കിൽ ഒരലിഫാക്കി ചുരുക്കുകയും ചെയ്യാം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ചുരുക്കി ഓതുകയാണെങ്കിൽ, നീട്ടുകയാണെങ്കിൽ 3 3.5 നീട്ടിയിട്ടാണ് ഓതേണ്ടത്. അൽ കാഫിറൂൻ, അയ്യുഹൽ കാഫിറൂൻ. ഇവിടെ കാഫ് ഖാഫായി മാറുന്നതും അതുപോലെ തന്നെ റായിനെ തഫ്ഹീമാക്കി ഓതാൻ വേണ്ടിയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അൽ കാഫിറൂൻ, റായിന് ദമ്മാണ് വന്നിട്ടുള്ളത്. റായിന് ഫത്ഹ ദമ്മ ആണെങ്കിൽ തഫ്ഹീമാക്കണമെന്ന് നാം പഠിച്ചതാണല്ലോ. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, ലാ അഅ്ബുദ്. ഇവിടെയും ലാ എന്ന് നീട്ടാൻ ഉപയോഗിക്കുന്ന അലിഫുണ്ട് ലാമിന് ശേഷം. തൊട്ടടുത്ത അക്ഷരം ഹംസാണ്, തൊട്ടടുത്ത വാക്കിലായിട്ടാണ് വന്നത്. അപ്പോൾ മദ് മുൻഫസിൽ നമ്മൾ പറഞ്ഞു വച്ചതുപോലെ തന്നെ. അഅ്ബുദു അഅ്ബുദു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഹംസയ്ക്ക് ശേഷം സുക്കൂനായ ഐനാണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഐൻ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ് പുറപ്പെടുന്നതെങ്കിലും അതിന് ഒരല്പം ശബ്ദം നീങ്ങലും ഒരല്പം ശബ്ദം നീങ്ങാതിരിക്കലും രണ്ടും കൂടെ കൂടിയ തവസുത്ത് എന്ന ഒരു സിഫത്ത് ഐനിനുണ്ട്. ലാ അഅ്ബുദു 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 ഇങ്ങനെ കേൾക്കണം. മാ തഅ്ബുദൂൻ. ഇവിടെയും നാം പറഞ്ഞതുപോലെ തന്നെ ഐനിൻ്റെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. താഇൻ്റെ മഖ്റജ് നാം ഇടക്കൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാവും. മേലെ മുൻപല്ല് മുളക്കുന്ന സ്ഥലവും നാവിൻ്റെ തലഭാഗവും. മാ തഅ്ബുദൂൻ. ദാലും അവിടുന്ന് തന്നെയാണ് പുറപ്പെടുന്നത്, ശ്രദ്ധിക്കുക. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്. ഇവിടെയും നാം പറഞ്ഞു വലാ അൻതും. തുടക്കത്തിൽ വാവാണ്. വാവ് വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. വാവിൻ്റെ മഖ്റജ് മേലെ മുൻപല്ലും താഴെ ചുണ്ടിൻ്റെ പള്ളയും അല്ല, വ എന്നല്ല. പിന്നെ 2 ചുണ്ടും ചേർത്ത് വെച്ച് മധ്യഭാഗം തുറന്നുകൊണ്ട് വ എന്നാണ്. വല വല ഇങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്. തൊട്ടടുത്ത അക്ഷരം ലാമിന് ശേഷം സുക്കൂനായ അലിഫാണ്. നാം ഇപ്പോൾ പറഞ്ഞു വെച്ചു മദ് മുൻഫസിൽ, തൊട്ടടുത്ത കലിമത്തിലായി ഹംസ ചേർന്ന് വന്നത് കാരണത്താൽ. ഇവിടെ അൻതും നമ്മൾ ഓതിയത് അങ്ങനെയല്ലേ, വലാ അൻതും. സുക്കൂനായ നൂന് നാം പറഞ്ഞിരുന്നു. സുക്കൂനായ നൂനിന് ശേഷമുള്ള അക്ഷരങ്ങളെ പരിഗണിച്ച് 5 ഹുക്മുകളുണ്ട്. അവയിൽ ചിലതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചിലതിൽ ഭാഗികമായി നാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സംഭവിച്ചത് സുക്കൂനായ നൂന് ശേഷം വന്ന അക്ഷരം ത ആണ്. സുക്കൂനായ നൂനിന് ശേഷം ത വന്നാലും നാം ചെയ്യേണ്ടത് ഇഖ്ഫ ആണ്. സുക്കൂനായ നൂനിനെ താഇൻ്റെ മഖ്റജുമായി മറച്ചു മണിക്കുക എന്ന് വെച്ചാൽ ആ കഴിഞ്ഞാൽ പിന്നെ താ ഉച്ചരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നാവിനെ ഒരുക്കി നിർത്തുകയും പിന്നീട് നാവിൻ്റെ നൂനുമായുള്ള മഖ്റജ് അല്പം നേരിട്ട് നിന്നുകൊണ്ട് മണിക്കുക. അന്ത് അന്തും അന്തും ഇങ്ങനെയാണ് ഓതേണ്ടത്. അന്തും എന്ന് ഓതിയാൽ പറ്റൂല. അപ്പം നൂന് വെളിവായി വരികയും മണിക്കുന്ന ശബ്ദം കേട്ടു, ഉന്നത്താവുകയൊക്കെ ചെയ്തു. ഇവിടെ നാം ചെയ്യുന്നത് അന്തും മറച്ചു മണിക്കുക, ഇഖ്ഫ. സുക്കൂനായ നൂന് ശേഷം താ വന്നാലും നാം ചെയ്യേണ്ടത് ഇഖ്ഫ തന്നെയാണ്. അടുത്ത ആയത്ത് വലാ അന ആബിദും മാ അബദ്തും. വലാ അന മദ് മുൻഫസിൽ. അന എന്ന് എഴുതിയത് കാണാൻ സാധിക്കും പരിശുദ്ധ ഖുർആനിൽ. ഇങ്ങനെ അന എന്ന് എഴുതിയ ഭാഗങ്ങളിലെല്ലാം ഒരു അലിഫ് കാണാൻ സാധിക്കും. ഈ അലിഫിനെ നാം തൊട്ടടുത്ത
വാക്കുമായി ചേർത്തി ഓതുന്ന സമയം നാം നീട്ടാതെയാണ് ഉച്ചരിക്കുക. അന ആബിദുൻ വലാ അന ആബിദുൻ, ഇങ്ങനെയാണല്ലോ. അനാ ആബിദുൻ എന്ന് പറയൂല. എന്നാൽ അവിടെ വഖഫ് ചെയ്യേണ്ടി വന്നാൽ വഖഫ് ചെയ്യേണ്ടത് വലാ അന, ഇങ്ങനെ അലിഫ് കൊണ്ടാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണിത്. അന എന്നാണ് എഴുതിയിട്ടുണ്ടാവുക. ചേർത്തി ഓതുമ്പോൾ അലിഫിനെ ഉച്ചരിക്കാതെയും വഖഫ് ചെയ്യേണ്ടി വന്നാൽ വഖഫ് ചെയ്യേണ്ടത് അന എന്ന് അലിഫോടെയുമാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിൽ എണ്ണപ്പെട്ട ചില ഭാഗങ്ങളിലെല്ലാം ഇങ്ങനെ അലിഫ് വന്ന ചില സന്ദർഭങ്ങളുണ്ട്. അതിൽപ്പെട്ട മറ്റൊന്നാണ് സൂറത്തുൽ കഹ്ഫിൽ 38-ാമത്തെ ആയത്ത്, ലാകിന്നഹു അല്ലാഹ്. ഇവിടെയും ഇതേ രൂപത്തിൽ ലാകിന്ന എന്ന് എഴുതിയത് കാണാൻ സാധിക്കും. ചേർത്തി ഓതുന്ന സമയം ആ അലിഫിനെ ഉപയോഗിക്കാതെയും വഖഫ് ചെയ്യേണ്ടി വന്നാൽ അലിഫോടെയും ലാകിന്ന, ഇങ്ങനെയാണ്. ഉദാഹരണം മാത്രം പറഞ്ഞതാണ്. പരിശുദ്ധ ഖുർആനിൽ ഇതേ രൂപത്തിൽ എഴുതപ്പെട്ട വേറെയും ഒരുപാട് കലിമത്തുകളുണ്ട്. നമുക്ക് അതിൻ്റെയൊക്കെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒരുങ്ങുന്ന അവസരത്തിൽ അതിനെക്കുറിച്ച് വിശാലമായി നമുക്ക് സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. അടുത്തത് വലാ അന ആബിദും മാ അബദ്തും. ഇവിടെ ആബിദുൻ തൻവീനാകുന്ന നൂനാണുള്ളത്. തൊട്ടടുത്ത അക്ഷരം മീമായതുകൊണ്ട് നമ്മളെല്ലാം പഠിച്ചു ഇദ്ഗാമുൻ ബിഗുന്ന, സുക്കൂനായ നൂനിന് ശേഷം നൗമി എന്നതിലെ നൂനോ വാവോ മീമോ യാഓ അതിലെ മീമാണ് വന്നിട്ടുള്ളത്. നാം സുക്കൂനായ നൂനാകുന്ന ആ തൻവീനിനെ മീമിലേക്ക് ചേർത്തു മണിച്ചു. ആബിദുൻ എന്നതിന് പകരം ആബിദുമ്മ മീമിലേക്ക് ചേർത്ത് മണിച്ചിട്ടാണ് ഓതേണ്ടത്. ഇദ്ഗാമുൻ ബിഗുന്ന. മാ അബത്തും. ഇവിടെ എഴുത്തിൽ അബ എന്ന് കഴിഞ്ഞാൽ ഒരു ദാലും പിന്നീട് ത ആണ് കാണുക. നമ്മളവിടെ നാം പഠിച്ചതുപോലെ തന്നെ അബത്തും എന്ന് ദാലിനെ ഉച്ചരിക്കാതെ, എന്ന് വെച്ചാൽ ദാലിനെ ശേഷമുള്ളതിലേക്ക് ചേർത്തത് കൊണ്ടാണ് ദാല് ഉച്ചാരണത്തിൽ പുറത്തേക്ക് കേൾക്കാത്തത്. അബത്തും എന്ന തന്നെയാണ് ഓതേണ്ടത്. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്. ഇവിടെയും നാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മദ് മുൻഫസിലും ഇഖ്ഫാ ഒക്കെ വരുന്നുണ്ട്. ലക്കും ദീനുക്കും വലിയ ദീൻ. ലക്കും ദീനുക്കും വ. ഇവിടെ ദീനുക്കും കഴിഞ്ഞാൽ വാവാണുള്ളത്. നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നിരുന്നത് സുക്കൂനായ നൂനിൻ്റെ ഹുക്കുമുകളായിരുന്നു. ഇനി സുക്കൂനായ മീമിനുമുണ്ട് ചില പ്രത്യേക ഹുക്കുമുകൾ. അവയിൽപ്പെട്ട ഒരു ഹുക്കുമാണ് സുക്കൂനായ മീമിന് ശേഷം മീമോ ബാഓ അല്ലാത്ത ഏതക്ഷരം വന്നാലും സുക്കൂനായ മീമിനെ വെളിവാക്കി ഉച്ചരിക്കുക. എന്ന് വെച്ചാൽ ഇദ്ഹാർ എന്ന് തന്നെയാണ് ഇതിൻ്റെയും പേരുള്ളത്. വെളിവാക്കുക, വ്യക്തമാക്കി ഉച്ചരിക്കുക എന്ന് തന്നെയാണ് അർത്ഥവും. ഇവിടെ വ്യക്തമാക്കുന്നത് സുക്കൂനായ മീമിനെയാണ് എന്ന് മാത്രം. ലക്കും ദീനുക്കും വ. നമ്മൾ ഉച്ചരിക്കുന്ന സൗകര്യാർത്ഥം ദീനുക്കും വ എന്ന് വരേണ്ട എന്നർത്ഥം. ദീനുക്കും വ എന്ന് പറയാൻ പാടില്ല. ദീനുക്കും വ. ഇവിടെ മീമിനെ വെളിവാക്കിയിട്ടാണ് ഓതേണ്ടത്. പരിശുദ്ധ സൂറത്തുൽ ഫാത്തിഹയിൽ നാം പറഞ്ഞിരുന്നു ഗൈരിൽ മഗ്ദൂബി അലൈഹിം വ. അലൈഹിം വ. അതേ ഹുക്കുമാണ് ഇവിടെയും ബാധകമായിട്ടുള്ളത്. അവിടെ നാം ഓതേണ്ട രൂപം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതേ ഹുക്കുമാണ് അവിടെ ഉള്ളത് എന്നർത്ഥം. ഇദ്ഹാർ, സുക്കൂനായ മീമിനുള്ള ഇദ്ഹാർ. സുക്കൂനായ മീമിന് ശേഷം വാവ് സംഭവിച്ചപ്പോൾ സുക്കൂനായ മീമിനെ പ്രത്യേകം വെളിവാക്കി ഉച്ചരിച്ചു. ലക്കും ദീനുക്കും വലിയ ദീൻ. അവസാന ഭാഗം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളത് തന്നെയാണ്. ദീൻ എന്ന ഭാഗം സുക്കൂനായ മദ്ദക്ഷരമായി വന്നു. തൊട്ടടുത്ത അക്ഷരം നാം വഖഫ് ചെയ്യുമ്പോൾ സുക്കൂനായതുകൊണ്ട് മദ് ആരിൽ. 3 അലിഫ് വരെ നീട്ടൽ ഉത്തമമായ മദ് ആരിൽ. പരിശുദ്ധ ഖുർആനിനെ അതിൻ്റെ തജ്വീദ് അനുസരിച്ച് മനസ്സിലാക്കുവാനും പാരായണം ചെയ്യുവാനും ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റിഹ്ലത്തും മഅൽ ഖുർആൻ എന്ന പരിശുദ്ധ ഖുർആൻ പഠന പരമ്പരയിലെ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. സുപ്രഭാതം വെളിച്ചം യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കുന്ന റിഹ്ലത്തും മഅൽ ഖുർആൻ എന്ന പരിശുദ്ധ ഖുർആൻ പഠനത്തിനായി നടത്തുന്ന ഈ പ്രോഗ്രാം നിങ്ങളെല്ലാവരും വീക്ഷിക്കുകയും അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.